ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റോക്ക് തേടി നടക്കുമ്പോൾ നമ്മൾ പല ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയകളും നോക്കാറുണ്ട്. ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ രണ്ട് വിധത്തിലുള്ള അപ്രോച്ച് സാധ്യമാണ്. ഒന്ന് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം മുൻഗണന കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ ആ സ്റ്റോക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കി നാം ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. എന്നാൽ വേറൊന്ന് റിജക്ഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് അന്വേഷിക്കുക. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണവും നമ്മൾ കണ്ടെത്താനാവാതെ പരാജയപ്പെട്ടാലാണ് ആ സ്റ്റോക്ക് നാം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിജക്ഷൻ ക്രൈറ്റീരിയയാണ് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല അപ്രോച്ച്. ഇതാണ് ട്രേഡിംഗ് സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ റിജക്ഷൻ ക്രൈറ്റീരിയയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽസാണ് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ്. അതായത് ആ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് എത്രമാത്രം ഷെയർ ഉണ്ട് എന്ന് നോക്കുക. അതിന് നമ്മളൊരു മാനദണ്ഡം വെക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 50% കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ആ ഏത് സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ അവസാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് 50-ൽ താഴെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് റിജക്റ്റ് ചെയ്യും. ഇതിനാണ് റിജക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊമോട്ടർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് മാത്രമല്ല, കുറേ ക്രൈറ്റീരിയകൾ നോക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് പ്രൊമോട്ടർ, ആരാണ് പ്രൊമോട്ടർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്ന അതിൻ്റെ പബ്ലിക് ഫേസ് ആയിട്ട് നാം കാണുന്ന ആളാണ് പ്രൊമോട്ടർ. ഉദാഹരണത്തിന് നമുക്ക് ലുലു എന്ന് പറയുന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ യൂസഫ് അലിയാണ് അതിൻ്റെ പ്രൊമോട്ടർ. ഇനി റിലയൻസ് എടുക്കുകയാണെങ്കിൽ മുകേഷ് അംബാനിയാണ് അതിൻ്റെ പ്രൊമോട്ടർ. ഇനി ടെസ്ല എന്നുള്ള അമേരിക്കൻ കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ എലോൺ മസ്കാണ് അതിൻ്റെ പ്രൊമോട്ടർ. അപ്പോൾ ഈ ഒരു ആരാണ് പ്രൊമോട്ടർ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. കൃത്യമായൊരു നിർവചനം പ്രൊമോട്ടർ എന്ന സ്ഥാനത്തിന് നൽകാനാവില്ലെങ്കിലും അതിൽ കമ്പനിയുടെ ഓണർഷിപ്പ് റൈറ്റ്, അതായത് ഈ കമ്പനി രജിസ്ട്രേഷൻ നിയമങ്ങളിൽ പറയുന്ന ഓണർഷിപ്പ് റൈറ്റുള്ള ആൾ ആരാണ്, അയാൾ ഒരു പ്രൊമോട്ടറാണെന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ 20% കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള അല്ലെങ്കിൽ നല്ല തോതിൽ ഹൈ വോട്ടിംഗ് റൈറ്റുള്ള ആളെ നമുക്ക് പ്രൊമോട്ടർ എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ആ കമ്പനി ഒരാളെ പ്രൊമോട്ടറായിട്ട് ആക്ട് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അയാളെയും നമുക്ക് പ്രൊമോട്ടർ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പേടിഎം എന്ന് പറയുന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് വിജയ് ശേഖർ ശർമ്മയാണ്. ഇദ്ദേഹമാണ് പത്രസമ്മേളനങ്ങളിലും അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെല്ലാം വിശദീകരിക്കുന്ന ആൾ ഈ പറയുന്ന വിജയ് ശേഖർ ശർമ്മയാണ്. അദ്ദേഹം ഒരു കമ്പനിയിലെ എക്സിക്യൂട്ടീവ് അല്ല, അദ്ദേഹം ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. അയാൾക്ക് ആ കമ്പനിയിൽ 20% താഴെ ഷെയർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള ആളുകൾ ആ കമ്പനിയിലുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ വിജയ് ശേഖർ ശർമ്മ ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അവിടെയാണ് ഇദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ അനുവാദം ആ കമ്പനി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ അതിൻ്റെ പ്രൊമോട്ടറാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഞാൻ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മാനദണ്ഡം അതിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിലും ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് നമുക്കറിയാം മാക്സിമം 75% പ്രൊമോട്ടർ ഹോൾഡിങ് അനുവദിക്കുന്നുള്ളൂ. ബാക്കി 25% അത് പബ്ലിക്കിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഒരു 35 മുതൽ 60% വരെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയും, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഏകദേശം 10 മുതൽ 30% വരെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 10% മുതൽ 20% ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 50% മുകളിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വേണമെന്ന് നിർബന്ധമുള്ള അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊമോട്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഐഡിയകളുമൊക്കെ ആ കമ്പനിയിൽ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വോട്ടിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് നേടി തൻ്റെ ആശയം ഈ കമ്പനിയിൽ നടപ്പിലാക്കാൻ പ്രൊമോട്ടർക്ക് കഴിയണമെങ്കിൽ പ്രൊമോട്ടർക്ക് 50%-ൽ കൂടുതൽ സ്റ്റേക്ക് വേണം എന്ന ഒരു ലോജിക്ക് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്യാൻ നമുക്ക് സ്ക്രീനർ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് 50-ൽ കൂടുതൽ എന്നൊരു ഫിൽട്ടർ കൊടുത്താൽ 2982-ൽ പരം സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം ഈ 2950 അല്ലെങ്കിൽ 3000-ഓളം വരുന്ന ഈ കമ്പനികൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ അനുയോജ്യമാണ് എന്ന് അതിനർത്ഥമില്ല.
കാരണം മറ്റ് പല ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഈ പെർസെൻറ്റേജ്. അപ്പോൾ ഈ 3000 കമ്പനികളെ ഹൈ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ റിലയൻസ്, TCS, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, ഭാരതി എയർടെൽ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HCL ടെക്, ബജാജ് ഫിനാൻസ്, സൺഫാർമ, അദാനി എൻ്റർപ്രൈസസ്, മാരുതി സുസുക്കി, ഏഷ്യൻ പെയിൻറ്റ്സ്, ടൈറ്റാൻ, വിപ്രോ തുടങ്ങി ഇന്ത്യയിലെ ലീഡിംഗ് ബ്ലൂ ചിപ്പ് കമ്പനികളൊക്കെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിന് പകരം പ്രൊമോട്ടർ ഹോൾഡിംഗ് 50-ൽ കൂടുതൽ എന്നതിന് പകരം പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ഉള്ള കമ്പനികളെ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് 118 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് കിട്ടുക. അഥവാ മരുന്നിന് പോലും പ്രൊമോട്ടർമാർക്ക് ഒരു ഷെയർ പോലും ഇല്ലാത്ത കമ്പനികളാണിവ. ഈ കമ്പനികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ യോഗ്യമില്ലാത്ത കമ്പനികളാണ്. അങ്ങനെ ഒരിക്കലും നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. കാരണം ഈ കമ്പനികളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് നമുക്ക് കിട്ടുക. അതിലേറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഒന്ന് HDFC ആണ്, 2 ICICI ആണ്, ITC ഉണ്ട്, L&T ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, FMB ഫിൻടെക് ഉണ്ട്, കോഫോർജ് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, BSE ഉണ്ട്, CAMS ഉണ്ട്, IEX ഉണ്ട്, IDFC ഉണ്ട്, ഉജ്ജീവൻ ഉണ്ട്, Paytm ഉണ്ട്. അങ്ങനെ തുടങ്ങി നമുക്ക് സുപരിചിതമായ ലീഡിംഗ് ആയിട്ടുള്ള മുൻനിര കമ്പനികളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ 0 പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഈ 119 അല്ലെങ്കിൽ 118 കമ്പനികളിൽ ടോപ്പ് 10 കമ്പനികൾ ലീഡിംഗ് കമ്പനികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് തീരെ ഇല്ലാത്തത് കൊണ്ടോ ഒരു കമ്പനി മോശമാകുന്നില്ല. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്, അത് എത്രമാത്രം ഉണ്ടാകാം, എത്രമാത്രം ഉണ്ടാകരുത്, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെങ്ങനെയാണ് പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ വിവിധ വശങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും. ഇപ്പം നമുക്ക് നോക്കാം, ഹൈ ഡിവിഡൻഡ് സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിവിഡൻഡ് നൽകുന്ന ഈ സ്റ്റോക്കുകളുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഹൈ ആണെന്ന് കാണാം. അവർ കൊടുക്കുന്ന ഡിവിഡൻറ്റിൻ്റെ മേജർ പോർഷൻ കമ്പനിയുടെ പ്രൊമോട്ടർമാർക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് PSU കമ്പനികൾ നിങ്ങൾ എടുത്തു നോക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം സർക്കാരാണ് PSU കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് വലിയ ഉപകാരമാണ് സർക്കാരിനുണ്ടാകുന്നത്. കാരണം മേജർ പോർഷൻ സർക്കാരിന് തന്നെയാണ് ഡിവിഡൻറ്റ് കിട്ടുന്നത്. എന്നാൽ തങ്ങളുടെ പ്രോഫിറ്റ് ആ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് കമ്പനിയെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ കമ്പനിയെ വളർത്തുന്നതിന് പകരം ഇങ്ങനെ വകമാറ്റിക്കൊണ്ട് ഡിവിഡൻഡ് എടുത്തുകൊണ്ട് പോകുന്നത് ലോങ് ടേമിൽ കമ്പനിയുടെ വളർച്ചയെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അതാണ് പല PSU കമ്പനികളുടെയും ലോങ് ടേം പെർഫോമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്ന് കാണാം. അപ്പോൾ ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഇൻക്രീസ് ചെയ്യുന്ന കമ്പനികൾ നല്ല കമ്പനികളാണോ, ഇതും നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില കമ്പനികളുടെ പ്രൊമോട്ടർ ഷെയർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് പൊതുവെ മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സും ഒക്കെ കാണുന്നത്. എന്നാൽ അതെപ്പോഴും ശരിയാവണമെന്നില്ല. ചിലപ്പോൾ പ്രൊമോട്ടർ ഇൻക്രീസ് ആകുന്ന സ്റ്റോക്ക് താഴോട്ട് വരുന്നത്, അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചില പ്രൊമോട്ടേഴ്സ് ആ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിക്കാൻ വേണ്ടി പല ന്യൂസുകളും പടച്ചുവിടും. അതുപോലെ ഇവരിങ്ങനെ ബൈബാക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യും, എന്നിട്ട് കുറച്ച് സ്റ്റോക്കുകളൊക്കെ വാങ്ങും. അങ്ങനെ കൃത്രിമമായിട്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഈ കമ്പനിയിൽ ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ആനുപാതികമായിട്ട് ഇവർ എക്സ്പാൻഷൻ പ്ലാനുകളെ പറ്റി പത്രസമ്മേളനവും മറ്റൊക്കെ നടത്തും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ സ്റ്റോക്ക് പ്രൈസ് വല്ലാതെ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ബോധപൂർവം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ മാനേജ്മെൻറ്റും ഇങ്ങനെ ചെയ്യുമെന്ന് അതിനർത്ഥമില്ല. എന്നാൽ ചില പ്രൊമോട്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില ഉയർന്നു നിൽക്കുകയും ആ സമയത്ത് ഇവർ ഒന്നുകിൽ ഇവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി നല്ല വിലയിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് അവർ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഈ നല്ല പ്രൈസിൽ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അവർക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് കൂടുതൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അവരുടെ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത് കൂടുതൽ ഫണ്ട് കമ്പനിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊരു സെൻറ്റിമെൻറ്റ്സ് ആ കമ്പനിക്ക് ചുറ്റും ഇവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു കളമൊരുക്കലാണ്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് തന്നെ ചെറിയ വിലയിൽ വാങ്ങി ഉയർന്ന വിലയിൽ വിൽക്കാൻ വേണ്ടി ഇത്തരം ഗെയിമുകൾ കളിച്ചേക്കാം.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ക്വാർട്ടർ മാത്രം നോക്കാതെ അതിൻ്റെ പ്രീവിയസ് വർഷങ്ങളിലുള്ള ക്വാർട്ടറുകളും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് പരിശോധിച്ച് അത് യഥാർത്ഥത്തിലുള്ള ഒരു ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണോ കാണുന്നത്, അതല്ല ഒരു ഇങ്ങനെയുള്ള ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻക്രീസ് ആണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം. ഇനി മറ്റൊരു കാര്യം, പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്ന സാഹചര്യമാണ്. അപ്പം ഇതും ആ കമ്പനിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നത് എപ്പോഴും അത്ര ഒരു മോശം കാര്യമല്ല. കാരണം ഒരു കമ്പനി തങ്ങളുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായി അവരുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ വേണമെങ്കിൽ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് പല ആളുകളുമായിട്ടുണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു IT കമ്പനിയാണെന്ന് കരുതുക, അവിടെ പുതിയൊരു ടെക്നിക്കൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പുതിയ എന്തെങ്കിലും ഒരു സങ്കേതം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കമ്പനിക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിനുള്ള എക്സ്പെർട്ടൈസ് നോളജ് കമ്പനിക്കില്ല. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, നിങ്ങളുടെ ഷെയർ കൊടുത്തുകൊണ്ട് ഒരാളെ അതിലേക്ക് ആര് അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് കൂടുതൽ ഷെയർ കൊടുത്തുകൊണ്ട് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഇവർ ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയും. പക്ഷേ ഇവിടെ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ചില സമയത്ത് കമ്പനിയെ അവരുടെ പുതിയ ബിസിനസ്സിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊമോട്ടർ ഷെയറിൻ്റെ ചെറിയ ഭാഗം വിറ്റു എന്ന് വരാം. ഇപ്പോൾ 75% ഷെയർ ഹോൾഡിംഗ് പാറ്റേണൊക്കെ ഉള്ള ഒരു കമ്പനി അവരുടെ 5% 10% ഇങ്ങനെ കമ്പനിയുടെ വികസനത്തിന് വേണ്ട ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി വിൽക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ചില സമയങ്ങളിൽ കമ്പനിക്ക് അതിൻ്റെ ഡെപ്റ്റ് വല്ലാതെ കൂടുകയും അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഡെപ്റ്റ് റീപേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ടേഴ്സ് തങ്ങളുടെ ഷേക്ക് വിൽക്കാറുണ്ട്. അങ്ങനെ കമ്പനിയെ ഡെപ്റ്റ് ഫ്രീ ആക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം സുസ്ലോൺ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ് 20-ൽ താഴെയാണെന്ന് കാണാം. അപ്പോൾ 20% താഴെ വരാനുള്ള കാരണം അവരുടെ ഹൈ ഡെപ്റ്റ് അവർ ഇല്ലാതാക്കാൻ വേണ്ടി കമ്പനി സീറോ ഡെപ്റ്റ് കമ്പനിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റേക്ക് മുഴുവൻ വിറ്റഴിച്ചതാണ്. അങ്ങനെയാണ് അതിൽ പ്രൊമോട്ടർ ഹോൾഡിങ് ഇത്രയധികം കുറഞ്ഞു പോയത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയാം. അതിൻ്റെ അർത്ഥം പ്രൊമോട്ടർ ഹോൾഡ് കുറയുന്നത് എപ്പോഴും ഒരു മോശം കാര്യമല്ല. എന്നാൽ ചില സമയത്ത് അതൊരു മോശം സംഭവം തന്നെ ആയിരിക്കും. അത് നമ്മൾ വേറെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പ്രൊമോട്ടർ സീറോ ആകുന്നതും എപ്പോഴും ഒരു മോശം കാര്യമാകണമെന്നില്ല. ഇപ്പോൾ അത് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതായത് HDFC, ICICI, ITC, LNT, സൊമാറ്റോ, ക്യാംസ്, IEX അങ്ങനെ തുടങ്ങി കുറേ നല്ല കമ്പനികൾ നമുക്കറിയാം പ്രൊമോട്ടർ ഹോൾഡിംഗ് സീറോ ആണ്. എന്നിട്ടും ആ കമ്പനികൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് സീറോ ഉള്ള കമ്പനികളിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, ആ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ പല നമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സാണ് ഉണ്ടാകുക. അവരുടെ കയ്യിൽ ചിലർ 10% മാത്രം ഷെയ്ക്കുള്ളവരുണ്ടാവും, ചിലർ 20% ഉള്ളവരുണ്ടാവും, 30% ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഇവരുടെ ഷെയർക്ക് വേറെ ഏതെങ്കിലും കമ്പനിക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഈ കമ്പനിയിൽ ഒരു പ്രൊമോട്ടർ റോളിൻ്റെ പൊസിഷനിൽ എത്താൻ പറ്റും. അപ്പോൾ കമ്പനിയുടെ മുഴുവൻ പിടിച്ചെടുക്കാൻ ആ കമ്പനിക്ക് കഴിയും. ഈ പുതിയ കമ്പനിക്ക് എല്ലാവിധ അധികാരം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു ടേക്ക് ഓവർ നടക്കാനുള്ള സാധ്യത എപ്പോഴും ഇത്തരം പ്രൊമോട്ടർ സീറോ ആയിട്ടുള്ള കമ്പനികളിൽ കൂടുതലാണ്. മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഡിലേഡ് ഡിസിഷൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫണ്ട് എവിടെയെങ്കിലും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാനിനുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും മേർജർ മറ്റ് കമ്പനികൾ മേർജ് ചെയ്യാനുള്ള തീരുമാനം, അല്ലെങ്കിൽ പുതിയൊരു കമ്പനി ഏറ്റെടുക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യാനുള്ള തീരുമാനം, അല്ലെങ്കിൽ ഡിവിഡൻഡ് അനൗൺസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഡിസിഷൻ എടുക്കണമെങ്കിൽ ഡയറക്ടർ ബോർഡിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അവിടെ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടി വരും പ്രൊമോട്ടർ ഹോൾഡിംഗ് സീറോ ആണെങ്കിൽ. അപ്പോൾ അത് വോട്ട് ചെയ്ത് തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ എന്നാൽ അവിടെ ഒരു പ്രൊമോട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രൊമോട്ടർക്ക് ഒരു കമാൻഡിങ് പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ തീരുമാനം ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗൊക്കെ വിളിച്ച് വോട്ടിനൊക്കെ ഇട്ട് തീരുമാനം എടുക്കുമ്പോൾ തീരുമാനം എടുക്കാനുള്ള സമയം അത് ഡിലേഡ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. ITCയിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. കാരണം ITCയുടെ ഡിമേർജർ നീണ്ടു പോകുന്നത് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് സീറോ ആണ്. ഇതേപോലെ റിലയൻസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. അവിടെ മുകേഷ് അംബാനി എന്ത് തീരുമാനിക്കുന്നു അതാണ് അവിടുത്തെ തീരുമാനം. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രശ്നം ഈ കമ്പനികൾക്ക് ഉള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും പ്രൊമോട്ടർ ഹോൾഡിംഗ് സീറോ ഉള്ള കമ്പനി ഹൈ റിസ്ക് കമ്പനി ആയിട്ട് തന്നെയാണ് പൊതുവെ എല്ലാവരും കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, നമ്മളിപ്പോൾ ഒരു 2 സ്റ്റോക്കുകൾ എടുക്കുക, അതിലൊന്നിൽ മാർക്കറ്റ് ക്യാപ്പും ROCയും ROEയും രണ്ടിലും ഏകദേശം ഒരേപോലെ ഉണ്ട് എന്ന് കരുതുക. എല്ലാ പാരാമീറ്റേഴ്സും ഏകദേശം ഒരേപോലെ ഉണ്ട്.
പക്ഷേ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒന്നിൽ 0-യും ഒന്നിൽ 50% മുകളിലുമാണെങ്കിൽ നമ്മൾ തീർച്ചയായും 50% മുകളിലുള്ളതായിരിക്കും എടുക്കുക. കാരണം എന്തിനാണ് ഒരു റിസ്ക് എടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 50% കൂടുതലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പൊതുവെ എല്ലാവരും കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. ഇനി അഡ്വാൻറ്റേജസ് ഉണ്ടോ വെച്ചാൽ അതുമുണ്ട്. ഇപ്പോൾ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ഉള്ള കമ്പനി പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന കമ്പനി ആയിരിക്കും. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം നല്ല ശമ്പളം നൽകി ഹൈലി ക്വാളിഫൈഡ് ആയ അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്ത് അവരെയാണ് കമ്പനി മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ സയൻറ്റിഫിക് ആയതും എഫക്റ്റീവ് ആയതുമായ ഒരു മാനേജ്മെൻറ്റ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ മാനേജ്മെൻറ്റും അത്ര നന്നാവണമെന്നില്ല. എങ്കിലും പ്രൊഫഷണലി മാനേജ്ഡ് ആയതുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു സാധ്യത പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ഉള്ള കമ്പനികൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ സ്വജനപക്ഷപാതം തീരെ ഇല്ലാതാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% 70% മുകളിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ആളെ തിരികെ കയറ്റാൻ പറ്റും. ഇപ്പോൾ തൻ്റെ ക്ലാസ്മേറ്റിനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ബോർഡിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ അത് ഒരിക്കലും കമ്പനിക്ക് ചിലപ്പം ഗുണകരമാകണമെന്നില്ല. കാരണം ഹൈലി ക്വാളിഫൈഡ് ആയ അല്ലെങ്കിൽ നല്ല ഏബിളായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരാളെ ഈ പ്രൊമോട്ടറിൻ്റെ ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കയറ്റിക്കൊണ്ടുവരാൻ ഈ ഹൈ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനികൾക്ക് സാധിക്കും. അത് ആ കമ്പനിക്ക് മോശമായിട്ട് വരാനും സാധ്യതയുണ്ട്. മറ്റൊന്ന്, വോട്ടിംഗ് റൈറ്റ് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ 1% ഷെയർ മാത്രമേ നിങ്ങൾക്ക് ആ കമ്പനിയിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പവർ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് പവർ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന റെസ്പെക്റ്റ് വേറെ തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ റിലയൻസിലാണെങ്കിൽ അവിടെ മുകേഷ് അംബാനിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എത്ര സ്റ്റേക്ക് ഉണ്ടായാലും നിങ്ങളുടെ വോട്ടിംഗ് റേറ്റ് ഒരു ഇഷ്യൂവേ അല്ല. അത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ആ കമ്പനിയുടെ തീരുമാനം എടുക്കുന്നതിൽ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ഇതും ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ആയിട്ടുള്ള ഒരു കമ്പനിയിലെ ഒരു ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പറയുമ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് 0-യും ഹൈയും എല്ലാം മാനദണ്ഡം. ആഫ്റ്റർ ഓൾ അനേകം പാരാമീറ്ററിൽ ഒന്ന് മാത്രമാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയാനാണ് ഇവിടെ ശ്രമിച്ചത്. പ്രൊമോട്ടർ ഹോൾഡിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊരു വലിയ സബ്ജക്റ്റാണ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.